തൃശൂരിൽ സുരേഷ് ഗോപി ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. സുരേഷ് ഗോപി ജയിക്കുമോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം. പക്ഷേ തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചേ അടങ്ങൂ എന്നാണ് നരേന്ദ്രമോദി മുതൽ താഴോട്ടുള്ള ബി.ജെ.പി. നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയത് നരേന്ദ്രമോദിയാണ്, അമിത്ഷായാണ്, ജെ.പി. നദ്ദയാണ് എന്ന് വെച്ചാൽ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ഒന്നാകെ സുരേഷ് ഗോപിയോടൊപ്പം നിൽക്കുകയും തൃശൂരിൽ സുരേഷ് ഗോപിയെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചേ അടങ്ങും എന്ന വാശിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. കേരളത്തിലെ ഘടകം അത്രമാത്രം സുരേഷ് ഗോപിയെ പിന്തുണക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കാരണം കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വത്തെ വേണ്ട വിധത്തിൽ സുരേഷ് ഗോപി പരിഗണിക്കുന്നില്ല എന്ന ചിന്ത പൊതുവെ ഒരു ചർച്ച ബി.ജെ.പി. നേതൃത്വത്തിലുണ്ട്, സംസ്ഥാന നേതൃത്വത്തിലുണ്ട്. അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വകാര്യ സംഭാഷണത്തിലൊക്കെ പറയുന്നു, നോക്കൂ, സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഇവിടെ വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ഇവിടെ എത്ര ബി.ജെ.പി. നേതാക്കളുടെ മക്കളുടെ വിവാഹം നടന്നു, ഒരു കേന്ദ്രമന്ത്രിമാർ പോലും പങ്കെടുത്തോ എന്ന ചോദ്യം ചോദിക്കുന്നത് ബി.ജെ.പിയുടെ സാധാരണ പ്രവർത്തകർ തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ CPIM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ മർദ്ദനം ഏറ്റുവാങ്ങി അവരുടെ എതിർപ്പുകളെ അതിജീവിച്ച് ബി.ജെ.പി. കെട്ടിപ്പടുക്കാൻ, RSS ഉണ്ടാക്കാനൊക്കെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് നേതാവായി വന്ന നിരവധി പേരുണ്ട് കേരളത്തിൽ. പക്ഷേ അവരുടെ വീട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങിലും ഒരു മുതിർന്ന ബി.ജെ.പി. നേതാക്കൾ പങ്കെടുക്കാറില്ല എന്നതും ഇന്നലെ വന്ന സുരേഷ് ഗോപിക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമൊക്കെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ അതേപോലെ അതിന് പിന്തുണ കൊടുക്കാൻ, മാനസികമായി പിന്തുണ കൊടുക്കാൻ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറല്ല. പക്ഷേ ഞങ്ങൾ ഇവിടേക്ക് ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ബി.ജെ.പി. നേതൃത്വം നടത്തുന്നുമുണ്ട്. ഏതായാലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമെന്നും സുരേഷ് ഗോപി ജയിക്കുമെന്ന പ്രതീക്ഷ പൊതുവെ ബി.ജെ.പി. നേതാക്കൾക്കും പ്രവർത്തകർക്കുമിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് പൊതുജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നത് മറ്റൊരു സംശയമാണ്. സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കുമ്പോൾ എവിടെ നിന്നാണ് വിജയിക്കേണ്ട വോട്ടുകൾ ലഭിക്കേണ്ടത്? അത് പ്രധാനമായും ബി.ജെ.പി. ആയതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ടുകളാണ്. ഹിന്ദു വോട്ടുകളിൽ നല്ലൊരു ശതമാനം സമാഹരിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയണം. അതിന് രാമനും സീതയും ഒക്കെ വലിയ വിഷയമാക്കി മണ്ഡലത്തിൽ കൊണ്ടുവരണം എന്നതാണ് ബി.ജെ.പി. നേതൃത്വം ആഗ്രഹിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന CPIM അപ്പുറം നിൽക്കുമ്പോൾ അത് അത്ര എളുപ്പമല്ല എന്ന് കൃത്യമായും ബി.ജെ.പി. നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു വോട്ടുകളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് തൃശ്ശൂർ ജയിക്കാൻ കഴിയില്ല. പിന്നീട് ഏറ്റവും കൂടുതൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ഉള്ള വോട്ട് ബാങ്ക് എന്നത് ക്രൈസ്തവ വോട്ടുകളാണ്. ആ ക്രൈസ്തവ വോട്ടുകൾ ആകർഷിക്കണം. അതിനുവേണ്ടിയാണ് കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ബി.ജെ.പി. നേതൃത്വം കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസിന് കേക്കും വൈനുമായി അരമനകൾ കയറിയിറങ്ങുക, ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുക തുടങ്ങിയ ചില കലാപരിപാടികളൊക്കെ ബി.ജെ.പി. നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയ തോതിൽ ചലനം ക്രൈസ്തവ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ബി.ജെ.പി. നേതൃത്വം വിശ്വസിക്കുന്നത്. ഈ ബി.ജെ.പി. നേതാക്കളും കേന്ദ്രമന്ത്രിമാരും അരമനയിലേക്ക് പോകുമ്പോൾ അവരെ സ്വീകരിക്കാൻ ബിഷപ്പുമാർ നിൽക്കുന്നു, അവരോട് സംസാരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ബി.ജെ.പി. നേതാക്കൾ വിശ്വസിക്കുന്നത് ക്രൈസ്തവ സഭ ഒന്നടങ്കം ബി.ജെ.പിയോടൊപ്പമുണ്ട് എന്നാണ്. അതുമാത്രമല്ല, ക്രൈസ്തവ സഭകൾക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടത് സഭയുടെ ആവശ്യമാണ്. ബി.ജെ.പി. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. ആ ബി.ജെ.പിക്ക് എതിരെ നിന്നാൽ ചിലപ്പോൾ ഇത്തരം കേന്ദ്ര ഏജൻസികൾ വന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുമോ എന്ന ആശങ്കയും ക്രൈസ്തവ സഭകൾക്കുണ്ട്. അതുകൊണ്ട് ബി.ജെ.പി. നേതൃത്വത്തോട് സഹകരിക്കുന്ന ഒരു നിലപാട്, പ്രത്യക്ഷത്തിൽ സഹകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ് സഭാ നേതൃത്വം ചെയ്യുന്നത്. അത് അവർ തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ ക്രൈസ്തവർക്കെതിരെ അക്രമം വരുന്നത്. ആ അക്രമത്തിന് പിറകിൽ സംഘപരിവാറാണ്, ബി.ജെ.പി. ആണ്, RSS ആണ്. മണിപ്പൂരിൽ നാം അത് കണ്ടതാണ്. അതിന് ഏറ്റവും രൂക്ഷമായ മുഖമാണ് മണിപ്പൂരിൽ കണ്ടത്. അതിനുശേഷം ഒറ്റപ്പെട്ട സംഭവങ്ങൾ പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ മധ്യപ്രദേശിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിന് മുകളിൽ സ്ഥാപിച്ച കുരിശിന് മുകളിൽ കാവിക്കൊടി കെട്ടി ജയ് ശ്രീറാം വിളിക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ ഇന്ത്യയിലൊട്ടാകെ പ്രചരിച്ചു. കേരളത്തിലും അത് വ്യാപകമായി സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുകയും ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ക്രൈസ്തവ ജനങ്ങളുടെ നെഞ്ചിലേക്കാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഓരോ ക്രൈസ്തവ പീഡനങ്ങളും ചെന്ന് എത്തുന്നത് എന്നത് മറന്നു പോകാൻ പറ്റാത്ത സംഭവമാണ്. അതിനിടയിലാണ് രാമക്ഷേത്രം വരുന്നത്. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസമാണ് ഗ്രഹാം സ്റ്റെയിൻസ് കൊല്ലപ്പെട്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദീപികയിൽ വന്ന മുഖപ്രസംഗവും ദീപിക എഴുതിയ മുഖപ്രസംഗത്തിലെ തലവാചകവുമൊക്കെ വലിയ തോതിൽ ക്രൈസ്തവ സഭകളുടെ ഇടയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. ആ മുഖപ്രസംഗത്തിലെ തലക്കെട്ടത്തിന് നോക്കൂ. ആ തലക്കെട്ട് പറയുന്നത് വിവേചിക്കാൻ ക്രൈസ്തവർക്ക് അറിയാം എന്നാണ്. എന്ന് വെച്ചാൽ ഈ സംഭവങ്ങൾ, ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ മനസ്സിലാക്കുകയും വിവേചന ബുദ്ധിയോടുകൂടി
അത് മനസ്സിലാക്കുകയും അതിനെതിരെ പ്രവർത്തിക്കാനും അതിനെതിരെ ഏത് രൂപത്തിലാണ് സംഘടിതമായി നിൽക്കേണ്ടത് എന്ന് അറിയാം. അത് ക്രൈസ്തവ സമൂഹത്തിന് അറിയാം എന്നാണ് ഈ തലക്കെട്ടിൽ പറയുന്നത്. വിവേചിക്കാൻ ക്രൈസ്തവർക്കറിയാം. സംഘപരിവാർ കൃത്യമായ അജണ്ടയോടുകൂടി ക്രൈസ്തവർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ എണ്ണി എണ്ണി പറയുന്ന മുഖപ്രസംഗത്തിൽ പറയുകയാണ് വിവേചിക്കാൻ ക്രൈസ്തവർക്ക് അറിയാം എന്ന്. ഈ മുഖപ്രസംഗം BJP നേതൃത്വത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. വലിയ ആശങ്ക എന്ന് പറഞ്ഞാൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ BJPയുടെ ആകെ പ്രതീക്ഷയായി BJP ഉയർത്തിക്കാട്ടുന്ന തൃശ്ശൂരിൽ ഒരിക്കലും ഇനി ജയിക്കാൻ കഴിയില്ല. ഈ നിലപാടാണ്, ഈ മുഖപ്രസംഗത്തിൽ പറഞ്ഞ നിലപാടാണ് ക്രൈസ്തവ സഭയുടേത് എങ്കിൽ സുരേഷ് ഗോപി തോൽക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അത് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം തൃശ്ശൂർ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷൻ, ഏറ്റവും വലിയ ജനവിഭാഗം ഹിന്ദു ജനവിഭാഗം തന്നെയാണ്. ഹിന്ദു ജനവിഭാഗം അവിടെ 58.42%. 58.42%. തൊട്ടടുത്ത് നിൽക്കുന്നത് ക്രൈസ്തവരാണ്. ക്രൈസ്തവർ 24.27%. 24.27% ക്രൈസ്തവ ജനവിഭാഗം തൃശ്ശൂർ മണ്ഡലത്തിലുള്ളത്. എന്ന് വെച്ചാൽ വലിയൊരു വോട്ട് ബാങ്ക് ക്രൈസ്തവർക്ക് തൃശ്ശൂർ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ ക്രൈസ്തവരെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഹിന്ദു വോട്ടുകൾ മാത്രം സമാഹരിച്ചാൽ ജയിക്കാൻ കഴിയില്ല എന്ന് സുരേഷ് ഗോപിക്കറിയാം, BJPക്കും അറിയാം. ഹിന്ദു വോട്ടുകളിൽ ഭൂരിഭാഗവും ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയില്ല. ക്രൈസ്തവ വോട്ടുകൾ പരമാവധി ശേഖരിക്കുക എന്നതാണ് സുരേഷ് ഗോപിയും BJPയും തൃശ്ശൂരിൽ പയറ്റാൻ പോകുന്ന അടവ്. ആ അടവിന് കിട്ടിയ തിരിച്ചടിയാണ് ഈ മുഖപ്രസംഗവും ക്രൈസ്തവ സഭകളുടെ ഇപ്പോഴത്തെ നിലപാടും. അതുകൊണ്ട് തന്നെ ഒരിക്കലും തൃശ്ശൂരിൽ ജയിച്ച് കയറാൻ കഴിയില്ല എന്ന കണക്കുകൂട്ടലിലേക്ക് BJP എത്തുകയാണ്. ഇനിയിപ്പോൾ തൃശ്ശൂർ നഗരമെടുക്കുക. തൃശ്ശൂർ നഗരത്തിൽ ഹിന്ദു വോട്ടുകൾ 54.2%. നഗരത്തിൽ ഹിന്ദു വോട്ടുകൾ 54.2% നഗരത്തിലെ ക്രൈസ്തവ വോട്ടുകൾ 40%. ക്രൈസ്തവ വോട്ടുകൾ നഗരത്തിൽ 40% എന്നോർക്കണം. എന്ന് വെച്ചാൽ വലിയ ജനവിഭാഗം, ക്രൈസ്തവ ജനവിഭാഗം വസിക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെ ക്രൈസ്തവരെ പൂർണ്ണമായും പിണക്കി ഒരിക്കലും BJPക്ക് ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ ജനവിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ BJP നടത്തിയത്. അതിനാണ് ഇപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായത്. ആ തിരിച്ചടി അത്യന്തികമായി ചെന്ന് എത്തുക സുരേഷ് ഗോപിയുടെ പരാജയത്തിലേക്കുമായിരിക്കും എന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് ഏക പ്രതീക്ഷയായ സുരേഷ് ഗോപി എന്ന ഏക പ്രതീക്ഷ കൂടി ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുന്നു, അസ്തമിച്ചിരിക്കുന്നു എന്നാണ് BJP നേതൃത്വം വിശ്വസിക്കുന്നത്. ഇനിയും തെരഞ്ഞെടുപ്പിന് ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ BJP നേതാക്കൾ കഴിയുന്നത്. വീണ്ടും ക്രൈസ്തവ സഭകളെ ഒന്നിച്ച് നിർത്താനുള്ള ശ്രമങ്ങൾ BJP നേതൃത്വം നടത്തും. അത് എത്രമാത്രം വിജയിക്കും എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ക്രൈസ്തവ മത നേതൃത്വത്തെ ഒപ്പം നിർത്താനുള്ള പുതിയ അടവുകളുമായി രംഗത്തിറങ്ങാനായിരിക്കും ഇനി BJPയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും തയ്യാറാവുക.